വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ 1/2 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ഒരു ടവൽ വെച്ച് നല്ലതുപോലെ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തുടച്ച് കളയണം. അല്പം പോലും വെള്ളമയമില്ലാതെ എടുത്ത ശേഷം നീളത്തിലിങ്ങനെ അരിഞ്ഞു കൊടുക്കാം. വെണ്ടയ്ക്കയുടെ 2 അറ്റം ഒന്ന് മുറിച്ച് കളഞ്ഞ ശേഷം 4 ആയിട്ട് കീറി കൊടുക്കാം. ഈ രീതിയിൽ ഇങ്ങനെ 4 ആയിട്ട് കീറിയെടുക്കാം. അതിനുശേഷം നമുക്ക് നീളമുള്ള വെണ്ടയ്ക്കയാണെങ്കിൽ ഇതുപോലെ ഒന്ന് 2 ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നീളം കുറഞ്ഞ വെണ്ടയ്ക്കയാണെങ്കിൽ അതങ്ങനെ 4 ആയിട്ടങ്ങ് കീറിയിട്ടാൽ മതി. ഈ രീതിയിൽ നീളത്തിൽ വെണ്ടയ്ക്കയെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 8-10 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കാം. സവാള ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഈ ഉള്ളിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വരുമ്പം ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് ഇതിൽ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. ഇനി പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയമെല്ലാം ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് മൂടി വെക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ട ശേഷം ഒന്നിങ്ങനെ പരത്തിയിടണം. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം നമ്മൾ ഇളക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. അങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. രീതിയിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ വെണ്ടയ്ക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളകാണിത്. ഇനി കുരുമുളകും കൂടെ ചേർത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഓർക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.